സ്വാഗതം. പകൽ വാർത്ത ആരംഭിക്കുന്നു. നോക്കാം ആദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയറാമിന്റെ മൊഴിയെടുക്കും. പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകളും വിദേശയാത്രയും അന്വേഷിക്കും. സ്വർണം പൂശാൻ അനുമതി തേടി പോറ്റി ദേവസ്വം ബോർഡിനയച്ച കത്ത് പുറത്ത്. സ്വസ്ഥമായി അയ്യനെ കണ്ടു വണങ്ങിയ സംതൃപ്തിയിൽ അയ്യപ്പൻ. സ്പായിൽ പോയത് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി CPOയിൽ നിന്നും പണം തട്ടിയ SIക്ക് സസ്പെൻഷൻ. പാലാരിവട്ടം SI ബൈജു സഹപ്രവർത്തകരിൽ നിന്നും തട്ടിയത് 4 ലക്ഷം രൂപ. SIയെ ഉടൻ സസ്പെൻഡ് ചെയ്യും. കൂട്ടാളി പിടിയിൽ. കൈവെട്ട് കേസിൽ കൂടുതൽ അന്വേഷണത്തിന് NIA. അന്വേഷണം പ്രതി സവാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒളിവിൽ തുടരാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം ലഭിച്ചതായി മൊഴി. NIA അപേക്ഷ സ്വീകരിച്ച് കോടതി. PV അൻവറിനെ വിടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ബിനാമി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തൽ. പ്രതിസന്ധിയിലായി അൻവറിന്റെ UDF പ്രവേശനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിൽ സംസ്ഥാനം. നാളെ വൈകിട്ട് വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. BJP നടത്തുന്നത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമെന്ന് K മുരളീധരൻ. വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണ നീക്കം നിഷേധിച്ച് കോൺഗ്രസ്. ശബരിമല പ്രതിഫലിക്കുമെന്ന് നടൻ മണിയമ്പിള്ള. അത് ബാധിക്കും. എന്തായാലും കോടതി ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ സുഗമമായിട്ട് പോകില്ല. ഓരോരുത്തരായിട്ട് പോകില്ല. എന്തായാലും തെറ്റ് ചെയ്തവരെ കണ്ടുപിടിക്കും കോടതി. വിജയ് വീണ്ടും പൊതുവേദിയിൽ. സ്റ്റാലിൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ. DMKയുടെ ലക്ഷ്യം കൊള്ള മാത്രമാണെന്ന് വിജയ്. കരൂർ അപകടത്തിന് ശേഷമുള്ള ആദ്യ പൊതുപരിപാടി കാഞ്ചീപുരത്ത്. ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക മികച്ച സ്കോറിലേക്ക്. 7 വിക്കറ്റ് നഷ്ടത്തിൽ 400 റൺസ് പിന്നിട്ടു. സെനുരാർ മുത്തുസ്വാമിക്ക് അർദ്ധ സെഞ്ചുറി. രവീന്ദ്ര ജഡേജയ്ക്ക് 2 വിക്കറ്റ്. വിശദമായി കിടക്കാം. ശബരിമല ദ്വാരപാലക ശില്പപാളിയിൽ സ്വർണം പൂശാൻ അനുമതി തേടി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച കത്തിന്റെ പകർപ്പ് പുറത്തുവന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കത്തയച്ചത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്ന ആരോപണങ്ങൾക്ക് ഇടയിലാണ് കത്തിന്റെ പകർപ്പ് പുറത്തുവന്നത്. അതിനിടെ കേസിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. A പത്മകുമാറിന്റെ വിദേശ ഇടപാടുകളിൽ വ്യക്തത തേടി പാസ്പോർട്ട് അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ അടക്കം ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് 2019 ജൂൺ മാസം 17-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അയച്ച കത്തിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയുന്ന കാര്യം, വാതിൽപ്പാളിയിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം പൂശി തിരികെ നൽകിയതുപോലെ ഇരുവശങ്ങളിലുമുള്ള ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളുടെ തകിടുകളും ചെമ്പും സ്വർണം പൂശുന്നതിന് വേണ്ടി തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് സമർപ്പിച്ചിരിക്കുന്ന കത്തിന്റെ പകർപ്പാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായി ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ ഇതിന്റെ ആസൂത്രണം നടന്നെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ SITക്ക് ലഭിച്ചിരുന്നു. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ കത്തിന് പിന്നീട് അതിന് അനുവാദം നൽകിക്കൊണ്ട് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് ഇതോടെ ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിൽ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ദേവസ്വം ബോർഡ് ജീവനക്കാരും അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പുറത്തുവരുന്നത്.
അതിൽ തന്നെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അയച്ച കത്ത് പിന്നീട് ബോർഡ് യോഗത്തിന്റെ പരിഗണനയിൽ വരികയും ആ ബോർഡ് യോഗം അതിന് അനുമതി നൽകുകയുമായിരുന്നു. അങ്ങനെയാണ് കെ പത്മകുമാർ ബോർഡ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അനുമതി തേടിയപ്പോൾ അംഗങ്ങൾ എതിർത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. ആ ചർച്ചകൾക്കൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ പാളികൾ കൊടുത്തുവിടാനും സ്വർണം പൂശാൻ ഈ പാളികൾ കൊടുത്തുവിടാനുള്ളൊരു തീരുമാനമുണ്ടാകുന്നത്. അവിടെയാണ് നിലവിൽ സ്വർണം പൂശിയിരുന്ന ചെമ്പ് എന്നുള്ളിടത്ത് ചെമ്പ് മാത്രം എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതും അതിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുക്കുന്ന സാഹചര്യം പിന്നീട് ബംഗളൂരുവിൽ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തുദ്ദേശത്തോടെയാണ് ഇത് ചെയ്തത്? അതായത് കേവലം ഈ സ്വർണം ഉരുക്കിയെടുത്ത് അത് വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യമായിരുന്നു. അതിനപ്പുറത്തേക്ക് ശബരിമലയിൽ നിന്നുള്ള സ്വർണം എന്ന ഖ്യാതി പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ വലിയ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വിശ്വാസികളുടെ ഇടയിൽ, അതായത് വലിയ ധനികരായിട്ടുള്ള അയ്യപ്പ ഭക്തർക്കിടയിൽ അതിന്റെ വിൽപ്പന നടത്താനുള്ള ഒരു നീക്കമാണോ ഈ സംഘം നടത്തിയത് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. അതടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന തുടരുന്നത്. അതിനിടയിലാണ് നടൻ ജയറാമിനെ കൂടി ഈ കേസിൽ സാക്ഷിയാക്കാനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ചെന്നൈയിൽ വെച്ച് നടന്ന ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളികൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന പൂജയിൽ നടൻ ജയറാമൻ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജയറാമിന്റെ മൊഴിയെടുക്കാനുള്ള ഒരു സാവകാശം ഇപ്പോൾ അന്വേഷണ സംഘം തേടിയിരിക്കുന്നത്. അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് വേണ്ടി അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകും. പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ ഇയാളുടെ വിദേശ ഇടപാടുകളുടെ അടക്കം വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ പത്മകുമാറിന്റെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ SIT പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ പിടിച്ചെടുത്തിരുന്നു. 2019 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് പത്മകുമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അതോടൊപ്പം പത്മകുമാറിന്റെ കുടുംബാംഗങ്ങളുടെ ഭൂമി ഇടപാടുകളെ കേന്ദ്രീകരിച്ചുകൂടി SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നിലവിൽ ഈ അന്വേഷണം എത്തി നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ നടന്ന വലിയൊരു ആസൂത്രണത്തിലൂടെയാണ് ഈ തട്ടിപ്പ് ഇങ്ങനെ നടന്നത് എന്നാണ്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രാഷ്ട്രീയ ഉന്നതർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബോധപൂർവമായ അറിവുണ്ടായിരുന്നോ, ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നീക്കമാണ് SIT ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുപ്രധാനമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുമെന്ന് ഇനി ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഉണ്ടാവുന്നത്. പത്മകുമാറിന്റെ വിദേശ ബന്ധങ്ങളും വിദേശയാത്രയും അടക്കം അന്വേഷിക്കാനുള്ള നീക്കത്തിൽ. ഞായറാഴ്ചയായിട്ടും ദർശനത്തിന് വൻ തിരക്കില്ലാതെ ശബരിമല. നീണ്ട കാത്തിരിപ്പില്ലാതെ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകുന്നുണ്ട്. 83,000-ൽ പരം തീർത്ഥാടകരാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അധികവും എത്തുന്നത്. കഴിഞ്ഞ ദിവസം 83,000 പേരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഞായറാഴ്ചയായിട്ടും ഇന്നും അങ്ങനെ വലിയ തോതിൽ ഭക്തരുടെ തള്ളിക്കയറ്റമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലുമായി എത്തുന്നത്. മലയാളികൾ താരതമ്യേന കുറവാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി അധ്യക്ഷത വഹിച്ച ഉന്നതതല യോഗത്തിൽ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനം കൈക്കൊണ്ടിരുന്നു. തിരക്കിന്റെ പശ്ചാത്തലത്തിൽ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം 5,000-ആയി ആദ്യം പുറപ്പെടുവിച്ച ഉത്തരവ് ഹൈക്കോടതി പിന്നീട് ലഘൂകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന് ഓരോ ദിവസത്തെയും എണ്ണം തീരുമാനിക്കാവുന്ന നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ ആ തീരുമാനം കൈക്കൊള്ളേണ്ടത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും സ്പെഷ്യൽ ഓഫീസറും ചീഫ് പോലീസ് കോർഡിനേറ്ററും ഈ 3 പേരും ഓരോ ദിവസവും അവലോകനം നടത്തി എത്ര പേരെ സ്പോട്ട് ബുക്കിംഗിലൂടെ കടത്തിവിടാമെന്ന് തീരുമാനിക്കണം. കഴിഞ്ഞ ദിവസം 9,000 പേരെ കടത്തിവിടാൻ കഴിഞ്ഞിരുന്നു. ആ സംഖ്യ കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നാലും അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തതിൽ ഏതാണ്ട് 24,000 പേർ കഴിഞ്ഞ ദിവസവും എത്തിയിരുന്നില്ല. ഈ കുറവ് പരിഹരിക്കുന്നത് തീയതി മാറി വരുന്ന ഭക്തരാണ്. അതായത് നേരത്തെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യുകയും നേരത്തെ ശബരിമലയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഏതാണ്ട് 25,000-ഓളം ഭക്തർ, ശരാശരി അത്രയും എണ്ണമാണ് ഓരോ ദിവസവും അങ്ങനെ തീയതി മാറി നേരത്തെ എത്തുന്നത്. ആ കുറവ് പരിഹരിക്കുന്നത് ഇങ്ങനെയുള്ള ഭക്തരാണ്. പക്ഷേ വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തവരും ഇങ്ങനെ എത്തുന്നവരും സ്പോട്ട് ബുക്കിംഗിൽ വലിയ തോതിൽ പ്രവേശനം തേടി എത്തുന്നവരും ഒരുമിച്ച് വന്നാൽ വലിയ തോതിൽ ജനക്കൂട്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നിലയ്ക്കൽ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നു. അവിടെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബാക്കി മാറ്റിയിട്ടുള്ളത്. പമ്പയിലേക്ക് കൂടുതൽ ഭക്തർ എത്താതിരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും അങ്ങനെ വലിയ തോതിൽ ഭക്തരുടെ തിരക്കില്ല. കാര്യങ്ങൾ സുഗമമായി നടക്കുന്നുണ്ട്. ദർശനം വളരെ സുഗമമായി നടക്കുന്നു എന്ന് തന്നെയാണ് ഭക്തർ പറയുന്നത്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 സന്നിധാനം.
തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് NIA. പ്രതി സവാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 14 വർഷം ഒളിവിൽ തുടരാൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം കിട്ടിയെന്നാണ് സവാദിന്റെ മൊഴി. അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ കേസിലെ ഒന്നാം പ്രതിയായ സവാദിനെ പിടികൂടിയത് 14 വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ പിടികൂടുന്ന ഈ കാലയളവിൽ അത്രയും ഇവിടെ സുരക്ഷിതമായി താമസിക്കുന്നതിനും മറ്റ് വേണ്ട സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായമടക്കം കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് നിരവധിയായ ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംഘടന PFIയുടെ കൂടി ഒരു ഇടപെടൽ അതിൽ നടന്നിട്ടുണ്ട് എന്നത് എടുത്തു കാണിക്കുന്നു. ഈ അന്വേഷണത്തിൽ എടുത്തു കാണിക്കുന്നു. നിരോധിക്കപ്പെട്ട സംഘടനാ പ്രവർത്തകർക്ക് ഇത്രയും അധികം സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈ ഒളിയിടങ്ങൾ ഒരുക്കി കൊടുക്കുക, അതോടൊപ്പം തന്നെ സാമ്പത്തികമായുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നിവയിലെല്ലാം തന്നെ അവരിടപെടൽ ഉണ്ടായിട്ടുള്ള സ്ഥിതിക്ക് കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൂടുതൽ പ്രതികൾ, ഇനി ഒരു അന്വേഷണത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇവരെ സഹായിച്ചത്, ഇവരേത് രീതിയിലുള്ള സഹായമാണ് ചെയ്തത്, ഒപ്പം തന്നെ സാമ്പത്തിക സഹായങ്ങൾ ഇവർക്ക് ഒരുക്കി കൊടുത്തത്, അതിൻ്റെ ഒരു മാർഗം എന്താണ്, അതിൻ്റെ കൃത്യമായൊരു ഉറവിടം എങ്ങനെയാണ്, എങ്ങനെ കൈമാറി, ഇതെല്ലാം തന്നെ വസ്തുതാപരമായിട്ട് തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന നിലപാടിലാണ് NIA എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഒന്നാം പ്രതിക്ക് താവളങ്ങൾ ഒരുക്കി കൊടുക്കുകയും മറ്റ് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും മാത്രമല്ല, ഇപ്പോഴും PFIയുടെ ഇടപെടലുണ്ട്, നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഇടപെടൽ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്ന നിലപാടിലേക്കാണ് അന്വേഷണ ഏജൻസി എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ NIA കോടതി മുമ്പാകെയും ധരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതിനെ പ്രതിഭാഗം എതിർക്കുന്നത് പിടിയിലായ സവാദിനെ അയാളുടെ വിചാരണ കാലയളവ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് എന്ന രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, തങ്ങൾക്കിതിൽ കൃത്യമായ നിലപാടുണ്ട്, കൃത്യമായ രീതിയിലുള്ള മൊഴികളും കാര്യങ്ങളും ചോദ്യം ചെയ്യലിൽ നിന്ന് സവാദിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നത് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. 2010 നടന്ന ഈ സംഭവത്തിൽ 14 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ ഭാഗത്തു നിന്ന് ഇയാൾ പിടിയിലാകുന്നത്. അപ്പോൾ ഈ ഒളിവിടങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ അത്രയും നടന്ന ഇടപെടൽ മാത്രമല്ല, സാമ്പത്തിക ഇടപെടൽ, ഒപ്പം തന്നെ ഈ നിരോധിക്കപ്പെട്ട സംഘടനകൾ ഇപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുന്നെങ്കിൽ അതിൻ്റെ കൂടി കണ്ടെത്തലുകളെല്ലാം തന്നെ വരേണ്ടതുണ്ട്. അതുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. ഒരുപക്ഷെ കൂടുതൽ പ്രതികളും ഈ കേസിൽ ഉണ്ടായിക്കൂടുന്നില്ല. മറ്റൊരു വാർത്ത കൊച്ചിയിൽ നിന്നെയാണ്. സ്പായിൽ പോയത് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി CPOയിൽ നിന്നും 4 ലക്ഷം രൂപ തട്ടിയ കേസിൽ SIക്കെതിരെ നടപടി. എറണാകുളം പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബൈജുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ബൈജുവിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. ബൈജുവിന്റെ കൂട്ടാളി എറണാകുളം സ്വദേശി ഷിഹാമിനെ അറസ്റ്റ് ചെയ്തു. CPO നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് SI ബൈജുവിന് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് SIയെ ഒന്നാം പ്രതിയാക്കി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വകുപ്പ് തല അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എറണാകുളം ACP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണർ SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബൈജുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കേസിലെ മൂന്നാം പ്രതിയും സ്പാ ജീവനക്കാരിയുമായ രമ്യയും ഒളിവിലാണ്. ഇവർക്കായും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇവരുടെ കൂട്ടാളി ഷിഹാമിനെ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളാണ് CPOയെ ഭീഷണിപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. സ്പായിൽ പോയ വിവരം ഭാര്യയെ അറിയിക്കുമെന്ന് പറഞ്ഞാണ് SIയും സ്പാ ജീവനക്കാരിയും ചേർന്ന് CPOയിൽ നിന്നും 4 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഈ തട്ടിയെടുത്ത തുകയിൽ 2 ലക്ഷം രൂപ ബൈജുവിന് ലഭിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. SIയും യുവതിയും ചേർന്ന് സമാനമായ രീതിയിൽ മുൻപും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കൂടുതൽ പരാതിക്കാരുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അടുത്ത വാർത്തയിലേക്ക് വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PV അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED. കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഉടൻ തന്നെ നോട്ടീസ് നൽകാനാണ് നീക്കം. അൻവറിന് ബെനാമി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ EDയുടെ ഈ കുരുക്ക് UDF പ്രവേശനം കാത്തുനിൽക്കുന്ന അൻവറിന് കടുത്ത ആഘാതമാണ് ഉണ്ടാക്കുന്നത്. അതേസമയം EDയുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദമുന്നയിച്ചാണ് അൻവറിന്റെ ക്യാമ്പ് പ്രതിരോധത്തിന് ഉയരുന്നത്.
കഴിഞ്ഞ ദിവസമാണ് PV അൻവറിന്റെ ഒതായിലെ വീടും ഓഫീസും സഹായിയുടെ വീട്ടിലുമൊക്കെ ED പരിശോധന നടത്തിയത്. 14 മണിക്കൂറിലധികം സമയം EDയുടെ പരിശോധന നീണ്ടുനിന്നു. ഇതിൽ അൻവറിന്റെ വായ്പ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ED അന്വേഷിച്ചതെന്നാണ് അറിയുന്നത്. KFCയിൽ നിന്നും അൻവർ എടുത്ത വായ്പ 22 കോടിയിലധികം രൂപയുടെ വായ്പ, അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ED തേടിയത്. പക്ഷേ അൻവർ നൽകിയ വിശദീകരണങ്ങൾ പൂർണ്ണമായും തൃപ്തികരമല്ല എന്ന ഒരു മറുപടിയാണ് അല്ലെങ്കിൽ വിശദീകരണമാണ് EDയുടെ ഭാഗത്തുനിന്നുള്ളത്. അൻവറിനെ ഒരു പക്ഷേ ചോദ്യം ചെയ്യലിനായി വീണ്ടും കൊച്ചിയിലേക്ക് വിളിപ്പിക്കുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ED പറയുന്നത് ഒരു വസ്തു ഈട് വെച്ച് 2 തവണ വായ്പ എടുത്തു എന്നുള്ളതാണ്. അൻവർ 3 തവണയായിട്ടാണ് ഇത്രയും കോടി രൂപ, അതായത് മലങ്കുളം കൺസ്ട്രക്ഷൻ്റെ പേരിൽ 7.5 കോടി രൂപയും PVR ഡെവലപ്പേഴ്സിൻ്റെ പേരിൽ 3.05 കോടിയും 1.56 കോടി രൂപയും വായ്പ എടുത്തത്. ഇത് 2015-16 കാലഘട്ടത്തിലായിരുന്നു. എന്നാൽ അൻവർ പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള തിരിച്ചടവിൽ 6 കോടിയോളം അടച്ചു കഴിഞ്ഞു, ബാക്കി മാത്രമാണ് ഇനി അടയ്ക്കാനുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ആ പലിശയും എല്ലാം കൂടി 22 കോടിയിലധികം രൂപയുടെ വലിയൊരു സംഖ്യയായിട്ടാണ് ഈ അൻവറിൻ്റെ ബാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത്. അങ്ങനെ അൻവറിന് ഈ വായ്പ നൽകിയത് സംബന്ധിച്ചുള്ള നിയമലംഘനം അത് ED ഒന്നാമത്തെ കാരണമായി എടുത്തു പറയുന്നു. രണ്ടാമതായിട്ട് EDയുടെ കണ്ടെത്തലുള്ളത് അൻവറിൻ്റെ സ്വത്ത് സംബന്ധിച്ചുള്ള കാര്യമാണ്. 2016-ൽ 14.3 കോടി രൂപയായിരുന്നു അൻവറിൻ്റെ സ്വത്ത്. 2021-ൽ 64.14 കോടി രൂപയായിട്ട് അത് ഉയർന്നു. എങ്ങനെയാണ് ഈ ഒരു സ്വത്ത് സമ്പാദിച്ചത്, എങ്ങനെയാണ് ഈ ഒരു തുകയിലെ വർധനമുണ്ടായതെന്ന് തൃപ്തികരമായൊരു മറുപടി നൽകാൻ അൻവറിന് സാധിച്ചിട്ടില്ല എന്നാണ് ED പറയുന്നത്. ഈ സമയത്തെല്ലാം തനിക്ക് വലിയ നഷ്ടം സംഭവിച്ച സമയമാണെന്ന് അൻവർ പറയുമ്പോഴും സ്വത്തിലെ വർധനവ് എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് അൻവർ തൃപ്തികരമായ മറുപടി നൽകിയിട്ടില്ലെന്നാണ് ED വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാനാകുന്നത്. എന്നാൽ അൻവർ ആകട്ടെ ഇത് സംബന്ധിച്ച് രാഷ്ട്രീയമായ നീക്കമാണിത്, രാഷ്ട്രീയ പ്രേരിതമാണ് EDയുടെ ഇടപെടലും തുടർന്നുള്ള നടപടികളും എന്നാണ് പറയുന്നത്. UDF പ്രവേശനത്തിന് പടിവാതിൽ നിൽക്കുകയാണ് EDയുടെ ഇടപെടൽ അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ EDയുടെ ഇടപെടലും അൻവർ കള്ളപ്പണം സ്വരൂപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള നിരീക്ഷണങ്ങളും രാഷ്ട്രീയമായിട്ട് അൻവറിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് കണ്ടു തന്നെ അറിയേണ്ടത്. എന്താണെങ്കിലും എന്നായിരിക്കും ED അൻവറിനെ ഇനി കൊച്ചിയിലേക്ക് വിളിപ്പിക്കുക എന്നുള്ളത് അറിയാനുണ്ട്. ഒപ്പം തന്നെ ഈ നീക്കങ്ങൾ UDF പ്രവേശനത്തിന് ഏത് തരത്തിലുള്ള സ്വാധീനം, ഏത് തരത്തിലുള്ള മാറ്റമുണ്ടാക്കുമെന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഗുരുവായൂരിൽ സ്കൂട്ടറിൽ കറങ്ങി നടന്ന് സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്ന പ്രതി പിടിയിൽ. ചൊവ്വല്ലൂർപ്പടി സ്വദേശി കിഴക്കേക്കളം വീട്ടിൽ അബ്ദുൾ വഹാബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ കണ്ടാണശ്ശേരി മേഖലകളിൽ ജോലി കഴിഞ്ഞ് നടന്നുപോകുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും നേരെയാണ് പ്രതി ലൈംഗിക അതിക്രമം നടത്തിയിരുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ 50-ലധികം CCTV ക്യാമറകൾ പരിശോധിച്ച പോലീസ് മഫ്റ്റിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മന്ത്രി P. രാജീവുമായി കൂടിക്കാഴ്ച നടത്തി മുനമ്പം സമരസമിതി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സന്ദർശനം. വിഷയം സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് സമരസമിതി മന്ത്രിയോട് ആവശ്യപ്പെട്ടു. മുനമ്പം നിവാസികൾക്ക് സർക്കാരിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചതായി ഫാദർ ആന്റണി സേവ്യർ പറഞ്ഞു. നേരത്തെ തന്നെ ഗവൺമെന്റ് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഓർഡർ ഇറക്കിയിരുന്നു. പക്ഷെ അതിനെതിരായിട്ടുള്ള ഒരു സ്റ്റേ ഓർഡറാണ് ഈ വരുന്ന കേസിലുള്ളത്. അപ്പോൾ സ്റ്റേ ഓർഡർ വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. അപ്പോൾ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വരും ദിവസങ്ങളിലും അതുപോലെ ഡിസംബർ 5-ാം തീയതി വഖഫ് ട്രൈബ്യൂണലിലും കേസുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നിയമ പോരാട്ടത്തിൽ സർക്കാർ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. പ്രതീക്ഷ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ കാര്യങ്ങൾ ഉടനെ തന്നെ നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ അനുഭവപ്പെടും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ബുധനാഴ്ച വരെ ഈ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം മത്സ്യത്തൊഴിലാളി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം.
തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുകയാണ്. നാളെ വൈകിട്ട് വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. 2261 നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിപ്പോയിരുന്നു. 98,451 സ്ഥാനാർത്ഥികളാണ് ഇപ്പോഴുള്ളത്. ഇതാണ് സംസ്ഥാനത്തിന്റെ പൊതുചിത്രം. എന്തായാലും നാളെ വൈകിട്ടോടുകൂടി മത്സരത്തിന്റെ പൂർണ്ണമായ ചിത്രം വ്യക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJP നടത്തുന്നത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമെന്ന് കെ മുരളീധരൻ ആരോപിക്കുന്നു. ഒഴുക്കൻ മട്ടിലാണ് BJPയുടെ പ്രതിഷേധം. പത്മകുമാറിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നതിൽ അഭിപ്രായം പറയുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയുണ്ടെന്നും കെ മുരളീധരൻ ന്യൂസ് 8നോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ പാരമ്യത്തിലേക്ക് കടക്കുകയാണ്. മേയർ സ്ഥാനാർത്ഥി കൂടിയ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായ KS ശബരിനാഥിനൊപ്പം ഗ്രഹസമ്പർക്കത്തിലാണ് കവടിയാർ വാർഡിൽ കെ മുരളീധരൻ. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ഗ്രഹസന്ദർശനവുമായി മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീ കെ മുരളീധരൻ എന്നോടൊപ്പം ചേരുന്നു. പ്രചാരണം എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ? വളരെ നല്ല രീതിയിൽ പ്രചാരണം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ രണ്ടാം ഘട്ട പ്രചാരണമാണ് നടക്കുന്നത്. ആദ്യഘട്ടം കുറ്റവിചാരണ യാത്ര, അതുപോലെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച്, അതോടെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ ഗൃഹസന്ദർശനങ്ങളും വാർഡ് കൺവെൻഷനുകളും നടക്കുക. അതോടെ അത് രണ്ടാം ഘട്ടം ഈ മാസം കൊണ്ട് ഞങ്ങൾ തീർന്നു. അറിയാനുള്ളൊരു കാര്യം, പത്മകുമാർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരിക്കും. ഈ ഒരു വിഷയം, ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു? അല്ല, അത് ജനങ്ങൾ തീരുമാനമെടുക്കട്ടെ. ഞങ്ങൾ ഭക്തജനങ്ങളുടെ കൂടെയാണ് എല്ലാ കാലത്തും. അത് ഇലക്ഷൻ ഉണ്ടെങ്കിലും ശരി, ഇലക്ഷൻ ഇല്ലെങ്കിലും ശരി. ഇപ്പോൾ യുവതീ പ്രവേശനത്തിന്റെ കാലത്തും ഞങ്ങൾക്ക് ഭക്തജനങ്ങളുടെ ഒപ്പമാണ് ഞങ്ങൾ നിലകൊണ്ടത്. ഈ കാര്യത്തിൽ ഞങ്ങൾ ഭക്തജനങ്ങളുടെ ഒപ്പമാണ്. തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഭക്തരുടെ മനസ്സിന് മുറിവേറ്റിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അല്ല, ആ വോട്ട് തങ്ങൾക്കൊപ്പമാക്കാൻ ഇതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം തങ്ങൾക്കൊപ്പമാക്കാനുള്ള നീക്കം BJP വലിയ തരത്തിൽ ഇവിടെ നടത്തുന്നു. BJP അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കി, യുവതീ പ്രവേശനത്തിന്റെ കാലത്തുണ്ടായ ആവേശമൊന്നുണ്ടോ? എന്താ അതിന്റെ കാരണം? ഒരു വെറും സ്റ്റേറ്റ്മെന്റ്, ഒഴുക്കമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആരെങ്കിലും ഒരു ശക്തമായിട്ട് രണ്ട് ഡയലോഗ് അടിച്ചിട്ടുണ്ടോ? അപ്പൊ നഗരസഭ പിടിക്കാൻ കഴിയുമെന്ന് വലിയ ഞങ്ങൾ തന്നെ പിടിച്ചിരിക്കും. ആ ആത്മവിശ്വാസത്തിലാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ കവടിയാർ വാർഡിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഗ്രഹസന്ദർശനവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് മുതിർന്ന നേതാക്കളുടെ തീരുമാനം. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് മറ്റൊരു വ്യക്തി കൂടി പറയുന്നു. നടൻ മണിയമ്പിള്ള രാജുവാണ് ഇതേ നിലപാടിലുള്ളത്. 100% പ്രതിഫലിക്കുമെന്നാണ് മണിയമ്പിള്ള രാജു ന്യൂസ് 18നോട് പറഞ്ഞത്. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക മമത പുലർത്തുന്ന വ്യക്തിയല്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലാണ് നടൻ മണിയൻപിള്ള രാജു എന്നോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് പ്രതീക്ഷയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? ഇലക്ഷന്റെ പ്രതീക്ഷ ഞാൻ പറയുന്നത് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഈ പൈസ കൊടുത്ത് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ പോലും, കാശ് വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടാലും, പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം അവനവൻ്റെ ഒരു മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുള്ളൂ. ഏതൊരു വ്യക്തി, ഒരാൾക്ക് നമ്മൾ 5000 രൂപ കൊടുത്ത് ഇന്ന പാർട്ടിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ്റെ സന്തോഷത്തോടെ വാങ്ങിക്കും. പക്ഷെ അകത്ത് ചെല്ലുമ്പോൾ അയാൾക്കൊരു ആരും കാണുന്നില്ല, അതിനൊരു പ്രൈവസി ഉണ്ട്. അത് അങ്ങനെ കുത്തത്തുള്ളൂ. ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, പ്രതിഫലിക്കും തോന്നുന്നുണ്ടോ? 100% ബാധിക്കും. സംശയം എന്താ കാര്യത്തിൽ? അത് ബാധിക്കും. അതിൽ കൂടുതലൊരു നടപടികൾ ഉണ്ടാകാൻ സാധ്യത എന്താണ്? ഒരു പുറത്തും എന്തായാലും കോടതി ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ സുഗമമായിട്ട് പോയില്ല, ഓരോരുത്തരായിട്ട് പോയില്ല. എന്തായാലും തെറ്റ് ചെയ്തവരെ കണ്ടുപിടിക്കും കോടതി. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ ആയിരിക്കുമെന്ന് അങ്ങ് കരുതുന്നു? തീർച്ചയായിട്ടും ആയിരിക്കും. അതിന്റെ പ്രതിഫലനം ആയിരിക്കും. ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ അതിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. പക്ഷെ എന്നാലും ഒരു സാധാരണ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ നമുക്ക് പേപ്പർ വായിച്ചൊക്കെയുള്ള സംഭവങ്ങൾ, ന്യൂസ് കണ്ടിട്ടൊക്കെയുള്ള അറിവുകളുണ്ടല്ലോ. അത് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. LDFും UDFും നേർക്കുനേർ മത്സരം നടക്കുന്ന നഗരസഭയാണ് നീലേശ്വരം. BJPക്ക് ഒരംഗം പോലുമില്ലാത്ത നഗരസഭ രൂപീകൃതമായ കാലം തൊട്ട് ഇടതുമുന്നണിക്കാണ് ഇവിടെ വിജയം. CPM ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന നീലേശ്വരത്ത് രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ UDF പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കനത്ത പോരാട്ടമാണ് നീലേശ്വരത്ത് നടക്കുന്നത്. കാണാം. നഗരസഭ രൂപീകൃതമായതിനു ശേഷം ഇടതിനെ മാത്രം തുണച്ച നഗരസഭയാണ് നീലേശ്വരം. ഇത്തവണ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് റാഫിയാണ് മത്സരിക്കുന്നത്. 32 നേരത്തെ വാർഡുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 2 വാർഡുകൾ കൂടി 34 വാർഡുകളാണ് ഇപ്പോൾ ഇത്തവണയുള്ളത്. എന്തായാലും UDFും ശക്തമായ പ്രചരണമായി രംഗത്തുണ്ട്. നമുക്ക് 2 ഭാഗത്തു നിന്നുള്ള, അതായത് UDFിൻ്റെയും LDFിൻ്റെയും പ്രതിനിധികളെ പ്രതികരണം തേടാം. നീലേശ്വരം നഗരസഭയുടെ എന്താണ് നിലവിലൊരു അവസ്ഥ എന്ന്?
നീലേശ്വരം നഗരസഭ വൈസ് ചെയർമാനാണ്. നിലവിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് റാഫിയാണ് നമ്മോടൊപ്പം ആദ്യം ചേരുന്നത്. എന്താണ് നിലവിൽ നീലേശ്വരം നഗരസഭ? പൊതുവെ മൃഗീയ ഭൂരിപക്ഷമാണ് LDFന്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും എന്താണ് ഒരു അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഞങ്ങൾക്ക് 32-ൽ 21 സീറ്റാണ് ഉള്ളത്. ഇപ്പോൾ 34 സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 24-25 സീറ്റിലെങ്കിലും LDF ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലത്ത് നീലേശ്വരത്ത് വമ്പിച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരസഭാ കാര്യാലയം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സൗകര്യം കൂടിയ നഗരസഭാ കാര്യാലയമാണ് നീലേശ്വരത്ത് കഴിഞ്ഞ തവണ ഈ ടേമിൽ നിർമ്മിച്ചത്. നീലേശ്വരം ബസ് സ്റ്റാൻഡ് അതിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ച് കഴിഞ്ഞു. 16 കോടി രൂപയാണ്. ഇനി അതിൻ്റെ യാർഡിൻ്റെ ചില വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു മാസത്തിനകം ബസ്സുകൾ കയറുന്ന സ്ഥിതി ഉണ്ടാവും. 2 വാതക ശ്മശാനങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചു. 6 കോടി രൂപ ചെലവിലാണ് നമ്മുടെ ചെറുപ്പുറത്തുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് അതിൻ്റെ നവീകരണം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ എടുത്തു നോക്കിയാൽ നഗരസഭയുടെ തനത് പദ്ധതികളായിട്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ സാധിച്ചു. മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള സഹായവും നീലേശ്വരത്ത് ലഭിച്ചിട്ടുണ്ട്. BJPക്ക് നിലവിൽ സീറ്റില്ലാത്ത അപൂർവം നഗരസഭകളിൽ ഒന്നാണ് നീലേശ്വരം. ആ നില ഈ തവണയും തുടരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. SDPI കഴിഞ്ഞ തവണ തീരദേശത്ത് മുസ്ലിം ലീഗിൻ്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സീറ്റ് SDPI പിടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത പക്ഷത്തിന് താരതമ്യേന ദുർബലമായ സ്വാധീനം മാത്രമുള്ളൊരു പ്രദേശമാണ്. പക്ഷേ ആ നിലയും കൂടി ഒഴിവാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നീലേശ്വരം നഗരസഭ പ്രതിപക്ഷ നേതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഷജീറാണ് ചേരുന്നത്. ഷജീർ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ഏതായാലും ഇത്തവണ നീലേശ്വരം നഗരസഭ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് ഷജീറോട് തന്നെ ചോദിക്കാം. ഷജീർ, എങ്ങനെയാണ് നീലേശ്വരം നഗരസഭയുടെ നിലവിലെ അവസ്ഥ? കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുത്തക, അതായത് അവരുടെ രൂപീകൃതമായത് മുതൽ LDF തന്നെ ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെയാണ്? അതായത് കഴിഞ്ഞ ഒരു 35 വർഷത്തെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ തുല്യമാക്കി മാറ്റിയ ഈ നഗരസഭയെ ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് ഈ നഗരസഭ എത്തും എന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ ഒരു രാജാ റോഡ് വികസനം എന്ന് കുട്ടിക്കാവശ്യക്കോട്ട് വന്നെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കാൻ ഈ നഗരസഭ കഴിഞ്ഞില്ല. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ അജണ്ട. ഈ 34 വാർഡുകളിലും ഐക്യജനാധിപത്യ മുന്നണി ജയിക്കും. ഇവിടെ നല്ലൊരു ഭരണം UDFിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകും, ഒരു സംശയം വേണ്ട. നമുക്കറിയാം, മത്സ്യ മാർക്കറ്റ് ഇല്ലാത്ത ഇന്ത്യയിലെ ഏക നഗരസഭ ഒരുപക്ഷെ നീലേശ്വരമായിരിക്കും. തീരദേശ മേഖലയെ മുഴുവൻ അവതരിച്ചു, സാധാരണക്കാരനെ മുഴുവൻ അവതരിച്ചു. പിന്നെ ബിൽഡിംഗ് ഉണ്ടായിട്ട് എന്ത് വേണ്ടത്? ഇത്ര വലിയ ബിൽഡിംഗ്, പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ട് സാധാരണക്കാരന് എന്ത് നേടിയെന്ന് മാത്രം. അതാണ് ഞങ്ങളുടെ പ്രചരണായുധം. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി നീലേശ്വരം നഗരസഭ ഭരിക്കും. എന്തായാലും പിണറായി സർക്കാരിൻ്റെ ദുർഭരണം, അതോടൊപ്പം വലിയ തോതിൽ വികസനമുണ്ടെന്ന് പറയുമ്പോഴും അത്തരം വികസനങ്ങളൊന്നും നഗരസഭയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് UDF പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ അവർ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗങ്ങൾ പോലും ഇല്ലാത്ത നഗരസഭ കൂടിയാണ് നീലേശ്വരം. എന്തായാലും UDF ശക്തമായ ഒരു മത്സരത്തിന് തന്നെയാണ് ഇവിടെ തയ്യാറെടുക്കുന്നതും. KV ബൈജു, News 18, കാസർഗോഡ്. കാസർഗോഡ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധം കത്തുകയാണ്. മഞ്ചേശ്വരം കോൺഗ്രസ് ഓഫീസ് നേതാക്കൾ പൂട്ടിയിട്ടു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ലീഗിന് കൂടുതൽ നൽകിയതിലാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. KV ബൈജു ഉണ്ട്. ബൈജു, എന്താണ് സാഹചര്യം? ഈ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിൽ ഉയരുന്ന പ്രതിഷേധം എത്ര കണ്ട് വലുതാണ്? സജിത്തെ, ഈ UDFിന്റെ അകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളത് കണ്ടതാണ്. കോൺഗ്രസ് ഓഫീസിന്റെ അകത്ത് തന്നെ കയ്യാങ്കളി ഉണ്ടാകുന്ന സംഭവം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മഞ്ചേശ്വരത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത്. അതായത് ഈ മഞ്ചേശ്വരം പഞ്ചായത്തിന് കീഴിലുള്ള 3 സീറ്റും ലീഗിന് നൽകിയെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ ഈ ഓഫീസ് തന്നെ പൂട്ടിയിട്ട് ഒരു അവസ്ഥയാണുള്ളത്. അതായത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അനീഫയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഓഫീസിലെ മുഴുവൻ ഫർണിച്ചറുകളും, അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഫർണിച്ചറുകളും പുറത്തേക്കെടുത്തു. അവിടെ ഉണ്ടായിരുന്ന നേതാക്കളുടെ ഫോട്ടോകളൊക്കെ എടുത്തു മാറ്റി ഓഫീസ് അടച്ചുപൂട്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് മഞ്ചേശ്വരത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതായത് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട ഒരു എതിർപ്പാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഓഫീസിലുണ്ടായ മുഴുവൻ ഫർണിച്ചറുകളും അവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. ഓഫീസ് അടച്ചുപൂട്ടിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത്തരത്തിൽ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ അവിടുന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന അടച്ചുപൂട്ടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതോടൊപ്പം നമുക്ക് എടുത്തു പറയാനുള്ളത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം മണ്ഡലം നമുക്കറിയാം, അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുല്യമായ പോരാട്ടം നടത്തുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. കഴിഞ്ഞ തവണ ഒരു
ആർക്കും ഭൂരിപക്ഷമില്ലാതെ സ്വതന്ത്രയാണ് ഇവിടെ LDF-ന്റെ UDF-ന്റെ SDPയുടെ പിന്നോടുകൂടി മഞ്ചേശ്വരം പഞ്ചായത്ത് പോലും ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു ഇടത്താണ്, വാശിയേറിയ ഒരു മത്സരം നടത്തേണ്ട ഒരു ഇടത്താണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഈ അഭിപ്രായ വ്യത്യാസവും പ്രതിഷേധവും ഒക്കെ ഉയരുന്നത്. ഈസ്റ്റ് ഏരിയയിൽ പ്രശ്നങ്ങളുണ്ട്, കാസർഗോഡ് നഗരസഭയിൽ ലീഗിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ UDF-ന്റെ അകത്ത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധമാണ് ഇത്തരത്തിൽ ഉയരുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ നേതാക്കൾ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സൈത്തെ മഞ്ചേശ്വരത്താണ് പ്രതിഷേധം. കോൺഗ്രസ് ലീഗിന് കൂടുതൽ സീറ്റ് അനുവദിച്ചു, അതാണ് പ്രശ്നത്തിന് കാരണം. അവിടെ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കോൺഗ്രസ് ഓഫീസിനകത്തേക്ക് പ്രവർത്തകരെത്തി, ഓഫീസ് പൂട്ടിയിട്ടു, നേതാക്കളുടെയൊക്കെ അവിടുന്ന് ചിത്രങ്ങളൊക്കെ എടുത്തു മാറ്റി എന്നതാണ് സാഹചര്യം. എന്തായാലും വലിയ പ്രതിഷേധമാണ് മഞ്ചേശ്വരത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ നടത്തുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി രഹസ്യമായോ പരസ്യമായോ ധാരണയില്ലെന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. കോഴിക്കോട് കൊടിയത്തൂരിലെ UDF കൺവെൻഷനിൽ വെൽഫെയർ നേതാവ് പങ്കെടുത്തതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറിന്റെ വിശദീകരണം. കൊടിയത്തൂരിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന വാർഡുകളിൽ UDF മത്സരിക്കാതിരിക്കുമ്പോഴാണ് ഒരു ധാരണയുമില്ലെന്ന നേതൃത്വത്തിന്റെ വാദം. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊരിടത്തും വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായോ രഹസ്യമായോ ഉള്ള ധാരണകൾ ഇല്ല എന്നാണ് UDF സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും വ്യക്തമാക്കിയത്. എന്നാൽ ഇതിനു വിരുദ്ധമായി പരസ്പരം സഹകരിച്ച് മത്സരിക്കുന്നതിൻ്റെ തെളിവുകളാണ് പലയിടങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ 2 സീറ്റുകളാണ് UDF ധാരണയോടെ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത്. ഈ സീറ്റിലെ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിന് പോയപ്പോൾ UDF പ്രാദേശിക നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു. പിന്നീട് UDF-ന്റെ പഞ്ചായത്ത് കൺവെൻഷനിലും വെൽഫെയർ പാർട്ടി നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തു. UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാക്കുന്ന ബോർഡുകളും പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ബന്ധത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ K പ്രവീൺ കുമാർ പ്രതികരിച്ചത്. ഇത്തരത്തിൽ ഒരു ധാരണ എങ്ങും പരസ്യമായോ രഹസ്യമായോ ഇല്ല. ഈ തെളിവുകൾ പുറത്തു വന്നെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുമെന്നും പ്രവീൺ കുമാർ വ്യക്തമാക്കി. എൻ്റെ അറിവപ്പെട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ ഞാനത് പരിശോധിക്കും. ഞാനൊരു കാര്യം കട്ടൻഡറിയെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ UDF-ന്റെ ഘടകകക്ഷികളും അസോസിയേറ്റിംഗ് RMPയുമായി അപ്പുറത്ത് ഒരു കക്ഷിയുമായും UDF-ന് സീറ്റ് ധാരണയോ മുന്നണി ബന്ധമോ ഇല്ല. കൊടിയത്തൂരിലെ പരിശോധിക്കും, ഉണ്ടെങ്കിൽ പരിശോധിക്കും. ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഉണ്ടെങ്കിൽ പരിശോധിക്കും. അങ്ങനെ വേദി പങ്കിടുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് രാവിലെ തന്നെ. ഉണ്ടെങ്കിൽ തീർച്ചയായും പരിശോധിക്കും, ഉറപ്പായും പരിശോധിക്കും. ഈ കോർപ്പറേഷനിലെ ഒരു സൗദ എന്ന സ്ഥാനാർത്ഥിയെ കുറിച്ചും ഇങ്ങനെ പറയുന്നു. വെൽഫെയർ പാർട്ടി നോമിനി ഞാനല്ലേ പ്രഖ്യാപിച്ച സൗദയെ? ഏതെങ്കിലും പാർട്ടി സമ്മതിക്കുമോ? ഞങ്ങളല്ലേ പറയുന്നത്. അങ്ങനെ വെൽഫെയർ പാർട്ടി സ്വന്തം തുറണ്ടേ? UDF സ്വതന്ത്ര സ്ഥാനത്തെ പ്രഖ്യാപിച്ചത് ഞാനാണ്. പിന്നെ എങ്ങനെ വെൽഫെയർ പാർട്ടി സ്വതന്ത്രമായി പ്രഖ്യാപിക്കാൻ സാഹചര്യം? അത് അവിടുത്തെ ജയിക്കാനുള്ള സാഹചര്യം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലടക്കം പലയിടങ്ങളിലും പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുക എന്ന രീതിയിലാണ് വെൽഫെയർ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വെൽഫെയർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പലയിടങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന ഇടങ്ങളിൽ വെൽഫെയർ പാർട്ടിയും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. ഇരുവർക്കും പരസ്പരം പിന്തുണ നൽകുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം പരസ്യമായ പിന്തുണ വെൽഫെയർ പാർട്ടി കോൺഗ്രസിന് നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ BJP-യുടെയും CPM-ന്റെയും ഭാഗത്തു നിന്നും വലിയ പ്രചാരണങ്ങൾ കോൺഗ്രസിനെതിരെ ഉയർന്നിരുന്നു. സമസ്തയടക്കമുള്ള സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വെൽഫെയർ പാർട്ടിയും UDF-ഉം തമ്മിലുള്ള സഹകരണം പലയിടങ്ങളിലും ഉണ്ടായ ശേഷവും കഴിഞ്ഞ ദിവസം സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം അടക്കം ഈ നിലപാടിനെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ പരീക്ഷണത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. പരസ്പര സഹകരണത്തിലൂടെ രഹസ്യമായി മുന്നോട്ട് നീങ്ങുക. കൂടുതൽ ഫലം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയെങ്കിൽ അസോസിയേറ്റ് അംഗത്വം അടക്കമുള്ള വെൽഫെയർ പാർട്ടിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനാണ് UDF-ന്റെ തീരുമാനം. ഇനി നമുക്ക് നോക്കാം സോഷ്യൽ മീഡിയ തിരയുന്ന വൈറൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. പേരുകൊണ്ട് വ്യത്യസ്തയായ മായ വി ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. എറണാകുളം കൂത്താട്ടുകുളം നഗരസഭ 26-ാം ഡിവിഷനിലെ LDF-ന്റെ സ്ഥാനാർത്ഥിയായ മായ വിയുടെ വിശേഷം പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും. മാലിൻകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര്. സത്യം പറഞ്ഞ അത് ചുരുക്കി മേയാവി എന്ന് വിളിച്ചത് ഞാനാ. നീ ആരാണോ ചോദിച്ചത്? മായാവി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കൗതുക കാഴ്ചകൾ നമ്മൾ കണ്ടു.
ഇന്നിപ്പോൾ കാണുന്നത് ഒരു കൗതുകം നിറഞ്ഞ പേരാണ്. സോഷ്യൽ മീഡിയയിലെല്ലാം ഈ പേരിപ്പോൾ വൈറലാണ്. മറ്റാരുമല്ല, കൂത്താട്ടുകുളം നഗരസഭയിലെ 26-ാം വാർഡ് LDF സ്ഥാനാർത്ഥി മായാവി. മായാവി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാലരമയിൽ നമ്മുടെ സൂപ്പർ ഹീറോ ആയ മായാവി, അതോടൊപ്പം തന്നെ മായാവി എന്ന മമ്മൂട്ടി ചിത്രത്തിലെ മായാവി, അങ്ങനെ പല രൂപത്തിലാണ് ഈ മായാവിയെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. ട്രോളുകളൊക്കെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എന്ത് തോന്നി? തമാശകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതൊക്കെ ചിരിച്ചുകൊണ്ട് ആസ്വദിക്കുന്നു. ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ മായാവി ഈ സ്ഥാനാർത്ഥിയായി പ്രചാരണമൊക്കെ തകൃതിയായി നടക്കുകയാണ്. എങ്ങനെയാണ് ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം? ആളുകളുടെ പ്രതികരണം, ഞാൻ മായാവി എന്നുള്ള ചേച്ചിമാർക്കൊക്കെ പെട്ടെന്ന് കമ്പനിയാവും. എങ്കിലും ഞാൻ മീഡിയാസ് എന്നെ കുറേ കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പേര് കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൾക്കാർ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ഒന്ന് ചിരിക്കും, സ്ട്രക്കാവും. എന്നിട്ട് ആ ചിരിയിലൂടെ ഞാൻ അവരിലേക്ക് പെട്ടെന്ന് കടക്കാനൊരു പേരതിനൊരു കാരണമാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു യുവാക്കളിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും, വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുമ്പോഴായിരിക്കും ഈ മായാവി എന്ന പേര് അവർ കുറച്ചുകൂടി മറ്റൊരു തരത്തിലേക്ക് ഏറ്റെടുക്കുന്നത്, അല്ലേ? അതെ അതെ, അത് യുവാക്കളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇങ്ങനെയുള്ള ട്രോളുകളൊക്കെ വരുന്നത്. നമ്മളെ ചാച്ചന്മാരും അമ്മച്ചിമാരെന്നൊക്കെ പറഞ്ഞാൽ മായാവി വന്നുകൊണ്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കും. മറ്റേത് എന്തെങ്കിലും എൻ്റെ ശിഷ്യയാണ്, മായൻകുട്ടി വി, ഞാൻ നൽകിയ പേര്, ഇതൊക്കെയാണ് യുവാക്കളുടെ ഇടയിലെ ട്രോളുകൾ വരുന്നത്. മറ്റേത് നല്ലപോലെ ആസ്വദിച്ച് ചിരിക്കും. മായാവി എന്ന ചിത്രത്തില് കണ്ണൻ സ്രാങ്കിന്റെ ശിഷ്യനായിരുന്നു മായാവി. ഈ മായാവി ആരുടെ ശിഷ്യയാണ്? ഇങ്ങനെ ഈ പറഞ്ഞ കണ്ണൻ സ്രാങ്കിന്റെ ഒരു അത് കുറേ കമന്റുകൾ എനിക്ക് വരുന്നുണ്ട്. ഞാൻ ഇതുവരെ ആരെയും ശിഷ്യത്വമൊന്നും സ്വീകരിച്ചിട്ടില്ല. അപ്പം ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൂടിയാണ്, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ വന്നിട്ടാണ് കുറച്ച് പേരെങ്കിലും മായാവി എന്നറിയപ്പെട്ടത്. ഇപ്പം പിന്നെ ഈ കുറേ പോസ്റ്ററുകളൊക്കെ വന്നപ്പോഴത്തേക്കും ആളുകൾ കുറേ ട്രോളുകളൊക്കെ വന്നപ്പോൾ കുറേ ഒറ്റ ദിവസം കൊണ്ട് കുറേ പേരിങ്ങനെ എന്നെ മെൻഷൻ ചെയ്തും സ്റ്റോറി അയച്ചും എനിക്ക് റീൽ അയച്ചൊക്കെയാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് പറന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് തോന്നി. ഒപ്പം ഈ മായാവി ആളുകളെ രക്ഷിക്കുന്ന ഒരു സൂപ്പർ ഹീറോയാണ്. രാജു രാധയുടെയൊക്കെ സൂപ്പർ ഹീറോയാണ്. ഈ മായാവി കൂത്താട്ടുകുളംകാരുടെ സൂപ്പർ ഹീറോ ആണോ? അവരെന്നെ ഓം ക്രീം എന്ന് വിളിച്ചാൽ ഉറപ്പായിട്ട് ഞാനവിടെ എത്തിയിരിക്കും. വിളിക്കണം, വിളിച്ചില്ലെങ്കിലാണ് പ്രശ്നം. അവർ വിളിച്ചാൽ ഉറപ്പായിട്ട് ഞാനവിടെ ചെന്നിരിക്കും. എന്നാലും എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷം. എന്നെ ട്രോൾ ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷം. ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും പേരിലൂടെ വ്യത്യസ്തയായ മായ വി ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. കൂത്താട്ടുകുളത്തെ LDF സ്ഥാനാർത്ഥിയായാണ്. എന്തായാലും ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഈ മായാവി ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്തെന്ന യുവതിയുടെ പരാതിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. പേര് പുനഃസ്ഥാപിക്കാൻ തയ്യാറായി പഞ്ചായത്ത്. കോട്ടപ്പടി സ്വദേശിനി പൈനാടത്ത് മെയ്മോൾ സ്വയം കേസ് വാദിച്ചാണ് അനുകൂലമായ വിധി നേടിയെടുത്തത്. കോട്ടപ്പടി സ്വദേശിനി മെയ്മോൾ P ഡേവിസ് മുൻപും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. ആനശല്യം രൂക്ഷമായ വേങ്ങൂരിലെ പുരയിടത്തിന്റെ കൈമാറ്റത്തിനുണ്ടായ തടസ്സങ്ങൾക്കെതിരെയും അവർ നിയമ പോരാട്ടം നടത്തിയതാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വനം വകുപ്പ് ഭൂമി ഏറ്റെടുക്കുകയും അതിനായി 45 ലക്ഷം രൂപ മെയ്മോൾക്ക് നൽകുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാമതും നീതി നിഷേധിക്കുന്നതിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി വിജയിച്ചിരിക്കുകയാണ് യുവതി. മെയ്മോൾ വേങ്ങൂരിലെ ഭൂമി വനം വകുപ്പിന് കൈമാറിയതോടെ കോട്ടപ്പടിയിലേക്കാണ് താമസം മാറിയത്. പിന്നാലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മെയ്മോളുടെയും കുടുംബത്തിന്റെയും പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇത് കാരണം പുതുതായി താമസം മാറിയ കോട്ടപ്പടി പഞ്ചായത്തിലും പേര് ചേർത്തിട്ടില്ല. വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ പഞ്ചായത്ത് സെക്രട്ടറിക്കും എറണാകുളം ജോയിന്റ് ഡയറക്ടർക്കും പരാതി നൽകി. എന്നാൽ അനുകൂല നടപടി ഉണ്ടാകാതായതോടെയാണ് ഹൈക്കോടതിയിൽ സ്വന്തമായി കേസ് വാദിക്കാൻ തീരുമാനിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ലിസ്റ്റില് പേര് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും താമസം വേണം. ഞാനപ്പോൾ പുതിയ സ്ഥലത്തേക്ക് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് താമസിക്കുന്ന കോട്ടപ്പടി പഞ്ചായത്തിന് കീഴിലേക്ക് എൻ്റെ വോട്ട് സ്ഥിരപ്പെടുത്താനോ അല്ലെങ്കിൽ ചേർക്കാനോ വേണ്ടിയിട്ട് എനിക്കൊരു സമയപരിധി കിട്ടിയിട്ടില്ല. ഞാൻ പുതിയ സ്ഥലത്ത് താമസക്കാരി ആയിട്ടുമില്ല, എന്നാൽ പഴയ സ്ഥലത്ത് നിന്ന് താമസം വിടുകയും ചെയ്തു. അപ്പോൾ എവിടെയും ഇല്ലാത്ത തരത്തിൽ എൻ്റെ വോട്ട് നിഷേധിക്കുമ്പോൾ എൻ്റെ വോട്ടവകാശം അനാഥത്വമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് മാറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ പരാതി കൊടുത്തിരുന്നു. സെപ്റ്റംബർ 25-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു താമസം മാറിയതിനാലാണ് എന്ന് പറഞ്ഞു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് കേസ് പരിഗണിച്ച് അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതോടെ മേമോളും അമ്മയും സഹോദരനും ഉൾപ്പെടെ 3 പേരുടെ പേരാണ് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിച്ചത്. സമ്മതിദാന അവകാശത്തിനു വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയ മേമോളുടെ കഥ നിരവധി പേർക്ക് പ്രചോദനമാണ്. ന്യൂസ് 18 എറണാകുളം. ഇടുക്കിയിൽ കോൺഗ്രസിനോട് ഇടഞ്ഞു മുസ്ലിം ലീഗ്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 3 വാർഡുകളിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കും. കോൺഗ്രസ് മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് ആരോപിച്ചാണ് ഈ നീക്കം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 7, 16 വാർഡുകളിലും രാജാക്കാട് പഞ്ചായത്തിലെ 9-ാം വാർഡിലുമാണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നെടുങ്കണ്ടത്തെ 2 വാർഡുകളിൽ ലീഗാണ് മത്സരിച്ചത്. ഇതോടൊപ്പം രാജാക്കാട് പഞ്ചായത്തിലെ 1 വാർഡ് വിട്ടു നൽകാമെന്നും മുൻപ് ധാരണ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ മുൻപ് ലീഗ് മത്സരിച്ച 2 വാർഡുകളും കോൺഗ്രസ് നേതാക്കൾ തിരിച്ചെടുത്ത ഇഷ്ടക്കാർക്ക് നൽകിയെന്നാണ് ആരോപണം. രാജാക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസ് ഒരു എഗ്രിമെന്റ് വെച്ചിരുന്നു. 9-ാം വാർഡ് ഇപ്രാവശ്യത്തെ 2025-ലെ തെരഞ്ഞെടുപ്പിൽ രാജാക്കാട് പഞ്ചായത്തിലെ 9-ാം വാർഡ് മുസ്ലിം ലീഗിന് നൽകാമെന്നുള്ള നിബന്ധന പോലും എഗ്രിമെന്റ് പോലും അട്ടിമറിക്കപ്പെട്ട് മുസ്ലിം ലീഗിനെ അപമാനിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പെരുമാറിയത്. ജില്ലാ UDF നേതൃത്വം ഈ കാര്യത്തിൽ അനുകൂലമായിരുന്നെങ്കിലും ലീഗിന് 2 സീറ്റ് എന്നുള്ളത് ന്യായമായ ഒരു ആവശ്യമാണെന്ന് അവർ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളോട് സംസാരിക്കുകയും അക്കാര്യം ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന പ്രധാന 2 നേതാക്കന്മാർ അതിന് യാതൊരു മുഖവിലയും കൽപ്പിക്കാതെ അവരുടെ ഒരു പ്രത്യേകമായ ഒരു താല്പര്യമാണ് ലീഗിനെ ഒഴിവാക്കുന്ന അവസ്ഥയുമായി ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നെടുങ്കണ്ടം 7-ാം വാർഡിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സിയാദ് കുന്നുകുഴിയും 16-ാം വാർഡിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റഷീദും രാജാക്കാട് 9-ാം വാർഡിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KM സുധീറുമാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കന്മാർക്ക് മത്സരിക്കാൻ മറ്റ് ജനറൽ വാർഡുകൾ ഇല്ലാതെ വന്നതോടെയാണ് ലീഗിന്റെ സീറ്റുകൾ ഏറ്റെടുത്തത് എന്നാണ് അഭ്യൂഹം. എന്നാൽ ഇത് മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. ന്യൂസ് 18 ഇടുക്കി. LDF UDF മുന്നണികൾ മാറി മാറി ഭരിച്ചിരുന്ന പഞ്ചായത്താണ് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ. കഴിഞ്ഞ തവണ SDPI പിന്തുണയിൽ LDF അധികാരത്തിലെത്തിയതോടെ കോട്ടാങ്ങൽ പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇത്തവണ ഭരണം ഒറ്റയ്ക്ക് നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ ഇടതുമുന്നണി. അതേസമയം അധികാരത്തിൽ തിരിച്ചെത്താമെന്ന ആത്മവിശ്വാസം UDF മുന്നണിക്കുമുണ്ട്. ഇത്തവണയും നിർണായകമായ സ്വാധീന ശക്തിയാവാനുള്ള തയ്യാറെടുപ്പിലാണ് SDP. 5 വീതം അംഗങ്ങളാണ് LDFനും BJPക്കും കോട്ടാങ്കൽ പഞ്ചായത്തിലുണ്ടായിരുന്നത്. കോൺഗ്രസിന് 2 സീറ്റും SDP-ക്ക് 1 സീറ്റുമായിരുന്നു കക്ഷിനില. ഇടതുമുന്നണിയും BJPയും തുല്യനിലയിലെത്തിയതോടെ SDP-യുടെ പിന്തുണ LDFിലെത്തി. SDP-യുടെ പിന്തുണ വേണ്ടെന്ന് പ്രഖ്യാപിച്ച് 2 തവണ രാജിവെച്ചെങ്കിലും 3-ാം തവണ പിന്തുണ സ്വീകരിച്ചാണ് ഭരണം നടത്തിയത്. UDFും BJPയും ഈ തെരഞ്ഞെടുപ്പിലും പ്രധാന ആയുധമാക്കുന്നതും SDP-യുടെ പിന്തുണ തന്നെയാണ്. എന്നാൽ SDP-യുടെ പിന്തുണയില്ലാതെ തന്നെ വികസന നേട്ടങ്ങൾ പ്രചരണ ആയുധമാക്കി ഭരണ തുടർച്ച ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ഞങ്ങൾ ഇത്തവണ ഒരു വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടെ ഒറ്റയ്ക്ക് ഭരിക്കുന്ന രീതിയിൽ ആണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ ഇത്തവണ നേരിടുന്നത്. അത്രയ്ക്ക് വലിയൊരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഈ പഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് നടന്ന വികസന പ്രവർത്തനങ്ങളും അതിനുശേഷം നടന്ന വികസന പ്രവർത്തനങ്ങളും ആളുകൾക്ക് താരതമ്യം ചെയ്തുകൊണ്ട് ഈ ഇലക്ഷനെ നേരിടാൻ കഴിയും എന്നുള്ളതാണ് പ്രധാന വസ്തുത. ഇടതുമുന്നണിക്ക് പിന്തുണ നൽകിയിരുന്നെങ്കിലും ഭരണത്തിൽ SDP തൃപ്തരായിരുന്നില്ല. എങ്കിലും ഇത്തവണ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വീണ്ടും LDFനോ UDFനോ പിന്തുണ നൽകാനാണ് SDP-യുടെ തീരുമാനം. നിലവിൽ നമുക്ക് ഭരണകാര്യത്തിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണ് പറയാനുള്ളത്. പക്ഷേ ഇനി വരുന്ന ഇലക്ഷനിൽ പാർട്ടിക്ക് തികച്ചും ഭരണപക്ഷത്ത് തന്നെ നമ്മുടെ കക്ഷിയുടെ പിന്തുണയോട് കൂടി മാത്രമേ ഇനി ഒരു കോട്ടാം പഞ്ചായത്തിൽ ഭരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പാർട്ടി ഇതുവരെ നടത്തിയിട്ടുള്ള പഠനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ 2 സീറ്റുകളിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഭരണകാര്യത്തിൽ CPM-ന് വളരെ പരാജയമായിരുന്നു ഈ പഞ്ചായത്തിൽ. തുടർ ഭരണത്തിൽ ഈ അടുത്ത ഇലക്ഷനിൽ ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി
UDF വൻ വിജയത്തിൽ ഭൂരിപക്ഷത്തോടു കൂടി ഈ കോട്ടാങ്ക പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ജനങ്ങൾ അത്രയ്ക്കും മടുത്തുപോയി. ഇത്തവണയും ഒരു മുന്നണിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലെത്താനായില്ലെങ്കിൽ കോട്ടാങ്കൽ പഞ്ചായത്ത് അപ്രതീക്ഷിത രാഷ്ട്രീയ സംഭവങ്ങൾക്ക് സാക്ഷിയാകും. ന്യൂസ് 18 പത്തനംതിട്ട. അട്ടപ്പാടിയിലേക്ക് പോകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന CPM മുൻ ഏരിയ സെക്രട്ടറിക്ക് ലോക്കൽ സെക്രട്ടറിയുടെ വധഭീഷണി. CPM മുൻ ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണനെ ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ ജംഷീർ നടുക്കോട്ടിലാണ് ഭീഷണിപ്പെടുത്തിയത്. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊന്നു കളയുമെന്നാണ് ഭീഷണി. രാമകൃഷ്ണനും ജംഷീറും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു. ആവേശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പാർട്ടിയെ തോൽപ്പിക്കാൻ പാടില്ല. എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നുമില്ല. പിന്നെ ആകാശത്ത് മേലോട്ട് നോക്കിയാൽ ആകാശം കീഴോട്ട് നോക്കിയാൽ ഭൂമി. അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ പറയാ. എന്റെ സാഞ്ചേട്ടൻ ഒന്ന് പറയണിക്ക് ഇത് തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് ഒടയതമ്പുരാമെന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ മാറില്ല. സാക്ഷാൽ ഒടയതമ്പുരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു, അത് വാഴക്കാട്ട് രാഘവനാണ്. ഈ മാത്തനോട് നീ ചോദിച്ചു നോക്ക്. എനിക്ക് വിദ്യാഭ്യാസം കുറവുള്ളു. മാത്തനെയൊക്കെ അരീശ്രീ പഠിപ്പിച്ച എന്റെ അപ്പനാ. മാത്തൻ, ആ ഏരിയാസ്, അങ്ങനെ കുറെ ആൾക്കാര്. എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. അത് നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇവനെ കൊന്നില്ലേ? അവനെ കൊന്നിട്ട് അത് ഇപ്പൊ സ്നേഹത്തോട് സംസാരിച്ചു. പിന്നെന്താ ഇനി അത് പറ്റില്ലെന്ന്. അതാ സാഞ്ചേട്ടാ, എന്താണ് പ്രശ്നം? നിങ്ങളെ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോ. തട്ടിക്കോ. എന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് 3 മക്കളും ഒരു 7 പേരക്കുട്ടികൾ, 7 ഇപ്പൊ 9 പേരക്കുട്ടികളാവും. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിലൊന്നും ഇറങ്ങാൻ പാടില്ലാത്ത രീതിയിലാണ് മദ്യം, പിന്നെ വാറ്റുചാരായമുണ്ട്, അതേമാതിരി തന്നെ വിദേശ നിർമ്മിത മദ്യവും കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം വളരെ രീതിയിലുള്ള ഒരു പുതിയൊരു സന്ദേശം കൊടുക്കുന്നത് അഴിമതി ചെയ്ത് കാശുണ്ടാക്കുക, ആ കാശ് കൊണ്ട് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് യുവജനങ്ങളുടെ ഇടയിലേക്ക് ഉള്ള സന്ദേശം. അഴിമതി ചെയ്യാത്ത ആൾക്കാർ വിഡ്ഢികളാണെന്നുള്ളതാണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാരടക്കം ഇവിടെ ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവർക്ക് കഴിവില്ലായ്മ കൊണ്ടാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊരു പുതിയൊരു മെസ്സേജാണ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. അഴിമതിയും അക്രമവും പിന്നെ കൈമുതലാക്കി എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. എന്ത് വിപത്തുണ്ടായാലും ഞാനും മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ് പറയാനുള്ളത്. അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന CPM മുൻ ഏരിയ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയ അഗളി ലോക്കൽ സെക്രട്ടറിയെ തള്ളി CPM ജില്ലാ നേതൃത്വം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ നേതാക്കൾ ജാഗ്രത പാലിക്കണമെന്നും വസ്തുത പരിശോധിക്കുമെന്നും ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു പറഞ്ഞു. പാലക്കാട് മരുത റോഡിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ CPM പ്രവർത്തകൻ തൂങ്ങി മരിച്ചു. പടലിക്കാട് സ്വദേശി ശിവനാണ് മരിച്ചത്. മരുത റോഡ് പഞ്ചായത്തിലെ 4ാം വാർഡായ പടലിക്കാട് റോഡരികിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPM കെട്ടിയ ഓഫീസിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. മരണകാരണം സംബന്ധിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. സീറ്റ് ലഭിക്കാത്തതിൽ മനംനൊന്ത് തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയതിൽ BJP നേതൃത്വത്തെ തള്ളി RSS നേതാക്കളുടെ മൊഴി. സജീവ RSS പ്രവർത്തകനായിരുന്നു ആനന്ദ്. വാർഡിലെ സ്ഥാനാർത്ഥി നിർണയ യോഗത്തിലും ആനന്ദ് പങ്കെടുത്തിരുന്നു. RSS നഗർ കാര്യവാഹക് രാജേഷാണ് ആനന്ദിനെ യോഗത്തിലേക്ക് വിളിച്ചതെന്നും RSS നേതാക്കൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. 7 വർഷമായി ആനന്ദ് RSSൽ ഇല്ലെന്നായിരുന്നു നേരത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ വാദം. ആനന്ദ് BJPക്കാരനല്ല എന്ന് ശിവസേനയിൽ ചേർന്ന ആളെന്നുമായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് പ്രതികരിച്ചു. കരൂർ ദുരന്തത്തിന് ശേഷം നിർത്തിവെച്ച പൊതുപരിപാടികൾ പുനരാരംഭിച്ച് TVK അധ്യക്ഷൻ വിജയ്. കാഞ്ചീപുരത്ത് തിരഞ്ഞെടുക്കപ്പെട്ട 2000-ലധികം ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു യോഗത്തിലായിരുന്നു അദ്ദേഹം പങ്കെടുത്തത്. യഥാർത്ഥ സാമൂഹ്യ നീതിക്ക് വേണ്ടിയാണ് തന്റെ പോരാട്ടമെന്ന് പറഞ്ഞ വിജയ് 2026-ൽ TVK തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുമെന്നും അവകാശപ്പെട്ടു. DMKയുടെ നയം കൊള്ളയടിക്കലാണ്. സാധാരണ മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുകയാണ് അവർ. മൈ ഡിയർ അങ്കിൾ എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ വിജയ് വിശേഷിപ്പിച്ചത്. പതിവ് ശൈലി വിട്ട് BJP വിമർശനം ഒഴിവാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം.
சமத்துவம் சம வாய்ப்புன்னு ரொம்ப ஸ்ட்ராங்கா சொன்ன நமக்கு கொள்கை இல்லையா? இப்படி கொள்கையை வெறும் பேச்சில மட்டுமே பேசிக்கிட்டு எல்லா கொள்கையும் அண்டர் கிரவுண்ட்ல அடக்கி வச்சுக்கிட்டு என்னமோ இவங்களுக்கு மட்டும்தான் எல்லா கொள்கையும் குத்தகைக்கு எடுத்த மாதிரி. இவங்க கொள்கையே கொள்ளை தானே. நம்ம ஆட்சிக்கு வந்தா அது என்ன வந்தா வருவோம். மக்கள் கண்டிப்பா நம்மளை வர வைப்பாங்க. மக்களுக்கான ஆட்சியை மக்களே விரும்பி வர வைக்கத்தானே செய்வாங்க. കിരൺ ബാബു ചേരുന്നു. കിരൺ, വിജയ് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണല്ലോ. തിരിച്ചുവരവിലുള്ള പ്രതിസന്ധികൾ എന്തെല്ലാം? സജിത്തെ, ഏറ്റവും പ്രധാന പ്രതിസന്ധി കരൂർ ദുരന്തത്തോടെ വിജയുടെ പൊതുപരിപാടികൾ അത് നിർത്തിവെക്കേണ്ടി വന്നു എന്ന് തന്നെയായിരുന്നു. സാധാരണഗതിയിൽ മറ്റ് നേതാക്കളെ അപേക്ഷിച്ച് വിജയുടെ ഏറ്റവും വലിയ ശക്തി, വിജയ് എവിടെ പൊതുപരിപാടി സംഘടിപ്പിച്ചാലും അവിടെ 10,000-ഓ 20,000-ഓ അല്ലെങ്കിൽ 50,000 ഒക്കെ ആളുകളെ ആ സ്ഥലത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് എത്തിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. മറ്റു രാഷ്ട്രീയ നേതാക്കൾക്ക് അപ്പുറത്തേക്ക് വിജയിയെ കാണാൻ ആളുകളെ എത്തിക്കുന്നതിന് കാര്യമായ പ്രയാസമുണ്ടായിരുന്നു. ഈ ആൾക്കൂട്ടം തന്നെയായിരുന്നു വിജയുടെ ഏറ്റവും വലിയ ശക്തി. അവിടെയാണ് ഈ കരൂർ ദുരന്തമുണ്ടായത്. ദുരന്തത്തിന് ശേഷം സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളുടെ ഒരു പ്രവർത്തന പരിചയമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു രണ്ടാം നിരയൊന്നും യഥാർത്ഥത്തിൽ TVKയിലില്ല. അതുകൊണ്ട് തന്നെ അവർ അവിടെ പകച്ചുപോയി എന്ന് തന്നെ പറയണം. ആ ദുരന്തം ഏൽപ്പിച്ച ആഘാതം അത്രത്തോളം വലുതായിരുന്നു. മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണങ്ങൾക്ക് നേരെ പോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇനി വിജയുടെ മുന്നിലുള്ളത് കേവലം 4-5 മാസങ്ങൾ മാത്രമാണ്. വരുന്ന ഏപ്രിലിൽ കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരത്തിലെത്തുക എന്നുള്ളതാണ് വിജയുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇനിയിപ്പോൾ പൊതുപരിപാടികൾ ഒഴിവാക്കാൻ കഴിയില്ല. എന്നാൽ പൊതുപരിപാടികൾക്ക് സ്വാഭാവികമായും അനുമതി കിട്ടാനടക്കം പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇൻഡോർ പരിപാടി സംഘടിപ്പിച്ചത്. 2000 തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ആണ് ഈ ആളുകൾക്ക് QR കോഡുള്ള പാസ്സൊക്കെ കൊടുത്തു. ഒരു കാരണവശാലും ആളുകൾ വിജയിയെ കാണാൻ ഇടിച്ചു കയറുന്ന അവസ്ഥ ഉണ്ടാവരുത്. പ്രത്യേക പരിശോധനയൊക്കെ നടത്തി മാത്രമാണ് ആളുകളെ അകത്ത് കടത്തി വിട്ടത്. അങ്ങനെ 2000 പേർക്ക് മുന്നിൽ താൻ പ്രസംഗിക്കുക, ആ പ്രസംഗം വീഡിയോ വഴി തമിഴ്നാട് മുഴുവൻ എത്തിക്കുക, ഈ തന്ത്രമാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും വിജയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനുള്ള ഒരു പ്രധാന വിഷയം, ഇതുവരെയും കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരെയും സംസ്ഥാനത്തെ DMK സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനവും പരിഹാസവും എല്ലാം കലർത്തിയതായിരുന്നു വിജയുടെ പ്രസംഗങ്ങളിൽ. ഇത്തവണ അത് DMKക്കെതിരെയുള്ള ആക്രമണം മാത്രമായി ചുരുങ്ങി. കേന്ദ്ര സർക്കാരിനെതിരെ BJPക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു രൂക്ഷമായ ആക്രമണത്തിന് എവിടെയും വിജയ് തയ്യാറായില്ല എന്നതാണ്. വിജയുമായി BJP ചിലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. പക്ഷേ വിജയുടെ പാർട്ടിയും വിജയും ഒക്കെ അത് പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട്. തങ്ങളുടെ പാർട്ടി ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുമെന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെയും സ്റ്റാലിനെ ആക്രമിക്കുന്ന അതേ മട്ടിൽ മോദി ആക്രമിക്കാൻ വിജയ് ഈ പ്രസംഗത്തിൽ തയ്യാറായില്ല എന്നൊരു പ്രത്യേകത കൂടി, അത്തരമൊരു രാഷ്ട്രീയം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നേരത്തെയൊക്കെ വിജയ് മുന്നോട്ട് വെക്കുന്ന തമിഴ് അഭിമാനം, ദ്രാവിഡ രാഷ്ട്രീയം, സാധാരണക്കാരൻ്റെ രാഷ്ട്രീയം, സ്ത്രീകളുടെ രാഷ്ട്രീയം, പാവപ്പെട്ട മനുഷ്യരുടെ രാഷ്ട്രീയം, അതൊക്കെ തന്നെയാണ് ഇത്തവണയും വിജയ് മുന്നോട്ട് വെച്ചത്. വിജയുടെ സ്ഥിരം വേദികളിലൊക്കെ നിൽക്കുന്നത് പോലെ തന്തൈ പെരിയാർ EV രാമസ്വാമി നായ്ക്കരുടെയും അതോടൊപ്പം തന്നെ കാമരാജിൻ്റെയും അംബേദ്കറുടെയും വേലു നാച്ചിയാരുടെയും അഞ്ജലി അമ്മാളുടെയും ഒക്കെ ചിത്രങ്ങൾ പിന്നിൽ പതിച്ചുകൊണ്ടുള്ള പ്രസംഗം തന്നെയാണ്. ആ വേദിയുടെ പിന്നിൽ അത് തന്നെയാണ് പതിച്ചിരുന്നത്. അതേ ആശയങ്ങൾ തന്നെയാണ്. താൻ യഥാർത്ഥ സാമൂഹ്യ നീതി നടപ്പാക്കും, DMKയെ പോലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയല്ല, ഞാൻ ഒന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കിയിരിക്കും, 2026-ൽ TVK അധികാരത്തിലെത്തും എന്നുള്ള ആത്മവിശ്വാസവും കൂടിയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു അവകാശവാദം കൂടിയാണ് വിജയ് പ്രകടിപ്പിച്ചത്. എന്തായാലും വിജയുടെ ഒരു റീ എൻട്രി എന്ന് തന്നെ, രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു റീ എൻട്രി എന്ന് തന്നെ പറയാം ഇന്നത്തെ ഈ യോഗത്തെ. സംഭവിച്ചതാണ്. എന്തായാലും റീ എൻട്രിക്കാണ് വിജയ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ഒരു പ്രത്യേക ഹാളിൽ വിളിച്ചു ചേർത്ത് തന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുന്നു. അതിൽ BJPയോട് മൃദു സമീപനം എന്നതുകൂടി ഏറെ ശ്രദ്ധേയമാണ്. ചെങ്കോട്ട സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരൻ ഉമർ നബിക്ക് പല തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ട്. അൽ ഖൈദയോടും ISSുമായും ഉമർ ചർച്ച നടത്തിയിട്ടുണ്ട്. ഖ്വാസിഗുണ്ടിൽ ഒക്ടോബർ 18-നായിരുന്നു ചർച്ച നടന്നത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഈ ചെങ്കോട്ട സ്ഫോടനത്തിലെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന ഉമർ നബി പല തീവ്രവാദ ഗ്രൂപ്പുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. ഒക്ടോബർ 18-ാം തീയതി ഇത്തരത്തിൽ അൽ ഖ്വയ്ദയുമായി ഇയാൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ISുമായി ഇതിൽ ആശയവിനിമയം നടത്തിയിരിക്കുന്നു എന്നുള്ള ചില സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം
ഈ അദിൽ റാത്തോർ നേരത്തെ ജമ്മു കാശ്മീരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളായിരുന്നു ഇത്തരത്തിൽ AK-47 തോക്കടക്കം വാങ്ങുകയും ചെയ്തത്. അത് മറ്റൊരു സുഹൃത്തിൻ്റെ പക്കൽ അയാളുടെ ലോക്കറിലായിരുന്നു ഈ AK-47 തോക്ക് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. ഇത്തരത്തിൽ ഉമർ നബി നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്തത് ഈ അദിൽ റാത്തോർ തന്നെയായിരുന്നു. അദിൽ റാത്തോറിൻ്റെ സഹോദരനെ കേന്ദ്രീകരിച്ച് കൂടി ഇപ്പോൾ അന്വേഷണം പോകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മുഖ്യ കണ്ണിയാണ് ഈ അദിൽ റാത്തറിൻ്റെ സഹോദരൻ കൂടിയായിട്ടുള്ള മുസഫിർ റാത്തർ. ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ, അതായത് ഈ സ്ഫോടനം ഉണ്ടായതിന് ശേഷം തൊട്ടു പിന്നാലെ ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു കളഞ്ഞതായിട്ടുള്ള വിവരം NIAക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനോട് ഇയാളെ വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ ഇത്തരത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായി കൂടിയാലോചനകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇയാൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ജമ്മു കാശ്മീർ പോലീസും ഒപ്പം തന്നെ SITയും NIAയും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി ഒരുപക്ഷേ ഇത്തരത്തിൽ ഈ റെഡ് കോർണർ നോട്ടീസ് അടക്കം ഇയാൾക്കെതിരെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം എന്തായാലും നിലവിൽ ഈ അന്വേഷണം ഡോക്ടർ മുസമ്മിൽ എന്ന ഫരീദാബാദിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടറെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇയാളാണ് അതാണ് സാഹചര്യം. എന്തായാലും ചെങ്കോട്ട സ്ഫോടനത്തിൽ സുപ്രധാനമായ കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഒരാഴ്ചക്കിടെ 2 ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മ ചികിത്സയിലിരിക്കെ മരിച്ചു. പത്തനംതിട്ട ആങ്ങമൂഴി സ്വദേശി മായയാണ് മരിച്ചത്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ ആറന്മുള പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഗർഭാശയമുഴ നീക്കം ചെയ്യുന്നതിനായി മായയെ കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയത്. നിരീക്ഷണത്തിലിരിക്കെ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും സ്കാനിംഗ് നടത്തി. ആദ്യ ശസ്ത്രക്രിയയിൽ കുടലിൽ മുറിവുണ്ടായെന്ന് സ്കാനിംഗിൽ വ്യക്തമായതോടെ കഴിഞ്ഞ ദിവസം വീണ്ടും മായയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഇതോടെ ആരോഗ്യനില മോശമായ മായയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 തവണ ശസ്ത്രക്രിയ നടത്തിയതിലുണ്ടായ പിഴവാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഒരാഴ്ചക്കകത്ത് 2 ഓപ്പറേഷനാണ്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഐസിയു നടത്തി റൂമിലോട്ട് മാറ്റി പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യാനുള്ള എന്താ പ്രശ്നം? അത് ഹോസ്പിറ്റലിലെ പിഴവാണ്, ഡോക്ടറുടെ പ്രശ്നമാണ്. അത് ചെയ്താണെന്ന പ്രശ്നമാണ്. അതിന് ശക്തമായിട്ട് പ്രതിഷേധമുണ്ട്. അതിന് ഞാൻ ആറന്മുള പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തീരുമാനം അറിയാതെ ബോഡി ഏറ്റുവാങ്ങുന്ന പ്രശ്നമില്ല. ഇതിൻ്റെ ഇതുമായിട്ട് മുമ്പോട്ട് എവിടെ വരെ വേണമെങ്കിലും പോകും. ഇനി ഞങ്ങൾക്ക് പറ്റുന്നത് മറ്റൊരാൾക്ക് പറ്റില്ല. ഇതാണ് നമ്മുടെ വിഷയം. എനിക്ക് പോകാനുള്ള പോയി. ഇനിയിപ്പോൾ നമ്മൾ വിഷമിച്ചൊന്നും കാര്യമില്ല. ഇനി നേരെ സങ്കീർണതകൾ നിറഞ്ഞ ശസ്ത്രക്രിയയായിരുന്നുവെന്നും മായയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ വിവരം ബന്ധുക്കളെ ധരിപ്പിച്ചിരുന്നുവെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരം കല്ലറയിൽ കാട്ടുപന്നി കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ചികിത്സയിലിരുന്ന യുവാവ് മരിച്ചു. കല്ലറ തെങ്ങുംകോട് സ്വദേശി അഖിൽ രാജാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. തറട്ടയിൽ നിന്നും ഓട്ടം പോയി തിരികെ വരും വഴി റോഡിന് കുറുകെ വന്ന കാട്ടുപന്നി ഓട്ടോയിൽ ഇടിക്കുകയും വാഹനം മറിയുകയുമായിരുന്നു. ഓട്ടോയ്ക്കടിയിൽപ്പെട്ട അഖിൽ രാജിനെ വാഹനം ഉയർത്തി മാറ്റിയാണ് പുറത്തെടുത്തത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് അഖിൽ രാജിന്റെ മരണം. സ്വർണം വെള്ളി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,535, പവന് 92,280. 18 ക്യാരറ്റ് ഗ്രാമിന് 9,540, പവന് 76,320. വെള്ളി ഗ്രാമിന് 166 രൂപ, കിലോഗ്രാമിന് 1,66,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പൂർണ്ണമാകുന്നു.